നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് OpenCV ഉപയോഗിച്ച് ഒരു ഇമേജ് എങ്ങനെ റീഡ് ചെയ്യാം, ഒരു വേരിയബിളിലോട്ട് റീഡ് ചെയ്യാം, അതിനുശേഷം അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്കത് മറ്റൊരു പേരിൽ എങ്ങനെ സേവ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഇമേജുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ OpenCV ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇമേജ് ഓപ്പൺ ചെയ്യുകയും അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യുകയും എന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. സോ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ നമ്മുടെ main.py എന്ന് പറയുന്ന ഫയലിൽ വരുന്നു. സോ നമ്മളുടെ bird.jpg എന്ന് പറയുന്ന ഒരു ഫയലോട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുവിധം എല്ലാ തരത്തിലുള്ള ഫോർമാറ്റുകളും നമുക്ക് OpenCVയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മളിവിടെ JPG ആണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുന്നു. സോ ഇതെങ്ങനെ നമുക്കൊരു വേരിയബിളിലോട്ട് റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ img എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് റീഡ് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് cv.imread. cv എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ OpenCV ആണ്. നമ്മളിവിടെ മുകളിൽ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, import cv2 as cv. സോ imreadനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഫയൽ നെയിം ആണ്. സോ പാത്ത് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് പാത്ത് കൊടുക്കുക. സി ഡ്രൈവിലാണെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റ് പാത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ തന്നെയാണ് ആ ഫയൽ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതി, bird.jpg. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇമേജ് എന്ന് പറയുന്ന ഈ വേരിയബിളിൽ നമ്മുടെ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഇമേജ് റീഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് ഷോ ചെയ്യിക്കണമെങ്കിൽ നമ്മളിവിടെ cv.im ഷോ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ വിൻഡോ നെയിമാണ്. നമുക്ക് ഓപ്പണായി വരുന്ന വിൻഡോക്ക് ഏത് നെയിമാണ് വേണ്ടത്. നമ്മളിവിടെ ഇമേജ് എന്ന് കൊടുക്കുന്നു. ഇമേജ് എന്ന് പറയുന്ന ഒരു നെയിമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഏത് ഇമേജാണ് നമുക്ക് ഷോ ചെയ്യിക്കേണ്ടത്. സോ നമ്മുടെ ഇമേജ് ഉള്ളത് img എന്ന് പറയുന്ന വേരിയബിളിലാണ്. സോ നമ്മൾ ആ ഒരു വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ Python main.py എന്ന് പറയുന്ന ഈ ഒരു ഫയൽ റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ പിക്ചർ ഇവിടെ ഓപ്പണായി, ഇമേജ് ഓപ്പണായി ക്ലോസ് ആയി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമുക്കത് അവിടെ നിലനിർത്തണമെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മളുടെ cv.wait key എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കണം. സോ ഇതിനുള്ളിൽ നമ്മൾ എത്ര മില്ലി സെക്കൻഡ് ആണോ കൊടുക്കുന്നത് അത്രയും നേരത്തേക്ക് അതിവിടെ ഹോൾഡായി നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു 3000 കൊടുത്തു കഴിഞ്ഞാൽ 3 സെക്കൻഡ് വരെ 3000 മില്ലി സെക്കൻഡ് വരെ അത് ഓപ്പൺ ആയതിനു ശേഷം അത് ക്ലോസ് ആവുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതായിരിക്കും. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഫോട്ടോ കാണാൻ സാധിക്കും, നമ്മുടെ ഇമേജ് കാണാൻ സാധിക്കും. സോ 3 സെക്കൻഡ് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതായിരിക്കും. സോ നമുക്കിത് ഒരു പ്രത്യേക സമയം വരെ ഇതുപോലെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ 0 എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു ഫംഗ്ഷൻ കൂടി നമുക്ക് കോൾ ചെയ്യേണ്ടതുണ്ട്, cv.destroy all windows. സോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വിൻഡോസും ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മൾ കീബോർഡിൽ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് വരെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഉദാഹരണമായി ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇപ്പോൾ എൻ്റർ ആണ് പ്രസ് ചെയ്യുന്നത്. സോ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്കൊരു ഇമേജ് റീഡ് ചെയ്യാം, അതുപോലെ ഷോ ചെയ്യാം. ഇനി നമുക്ക് ഇമേജ് റൈറ്റ് ചെയ്യണമെങ്കിൽ, സേവ് ചെയ്യണമെങ്കിൽ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. സോ അതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കളറിലാണ് നമ്മൾ കാണുന്നത്, കളർ ഇമേജാണ് കാണുന്നത്. സോ നമുക്കിത് ഇനി ഗ്രേ സ്കെയിലിൽ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ റീഡ് ചെയ്യുന്ന സമയത്ത് കോമ കൊടുത്ത ശേഷം 0 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്, ഒരു നമ്പർ കൊടുത്ത് സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് ഗ്രേ സ്കെയിലിൽ ഇതുപോലെ ഓപ്പൺ ആവുന്നതായിരിക്കും. 0ക്ക് പകരം നമ്മൾ 1 കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്നും കൊടുക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെഡ് നമ്മുടെ കളർ ഇമേജ് ആയിരിക്കും, ട്രൂ ഇമേജ് ആയിരിക്കും, ഒറിജിനൽ ഇമേജ് ആയിരിക്കും ഇതുപോലെ ഓപ്പൺ ആയി വരിക. സോ ഈ രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഒന്നും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. 0 കൊടുത്താൽ നമുക്ക് ഗ്രേ സ്കെയിൽ ഇമേജ് ആയിരിക്കും ആ ഒരു വേരിയബിൾ സേവ് ആവുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കതൊരു ഈ ഒരു ഇമേജ് എങ്ങനെ നമുക്ക് മറ്റൊരു പേരിൽ സേവ് ചെയ്യാമെന്നാണ്. സേവ് ആൻ ഇമേജ് ഒക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് cv.imwrite എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ് ഫയൽ നെയിമാണ്, ഏത് ഫയലിലോട്ടാണ് നമുക്ക് ഇത് സേവ് ആവേണ്ടത്. സോ നമ്മളിവിടെ new.jpg എന്ന് കൊടുക്കുന്നു, new.jpg കോമ കൊടുക്കുന്നത്. നമ്മൾ ഏത് ഇമേജ് ആണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സോ നമ്മൾ imgയിലുള്ള ഈ ഒരു ഇമേജാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ img എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം new.jpg എന്ന് പറയുന്ന മറ്റൊരു ഫയൽ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് നമ്മൾ new.jpgയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അതേ ഒരു ഫയൽ നമ്മൾ മറ്റൊരു പേരിലൂടെ സേവ് ചെയ്തു. സോ ഈ രീതിയിൽ നമുക്കൊരു ഫയൽ സേവ് ചെയ്യാനും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനും സാധിക്കും. സോ ഈ രീതിയിൽ നമുക്കൊരു ഇമേജ് OpenCV ഉപയോഗിച്ച് റീഡ് ചെയ്യാം, അതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കാം, അതുപോലെ നമുക്കിത് സേവ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനും സാധിക്കും.